ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്നുള്ളത് പഞ്ച് ടെസ്റ്റ് എന്നാണ്. നിങ്ങൾ ചില ആൾക്കാർ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും എന്താണ് പഞ്ച് ടെസ്റ്റ്. എക്സാമ്പിൾ, ഇപ്പോൾ എല്ലാവരുടെ ഡോണറിൻ്റെ ഒരേ ക്വാളിറ്റി അല്ല. ചിലപ്പോൾ എൻ്റെ ഡോണർ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഡോണർ മോശമായിരിക്കും. ചില ആൾക്ക് ഡോണർ നല്ലതായിരിക്കാം. പക്ഷേ ഡോണർ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ ഫോട്ടോയിൽ കാണുന്നത് മാത്രമല്ല, പക്ഷേ ഇൻസൈഡ് ദ സ്കിൻ ഈ ഒരു ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി ചില ആൾക്കാർക്ക് മോശം ഉണ്ടാകുന്നു. അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് നമ്മളെ ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ഡോണർ ഏരിയ ഇടയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ ഡോക്ടേഴ്സ്, ഇപ്പോൾ ഞാൻ സർജറി ചെയ്ത് ക്ലിൻലാഡിൻസിട്ട് അവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഇൻഫോർമേഷൻ കൊടുക്കും. പഞ്ച് ടെസ്റ്റ് എന്നൊരു സംഭവം വീക്ക് ഡോണർ ഇല്ല അവർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ സർജറിയിലോട്ട് പോയിട്ട് നിങ്ങളുടെ കുറച്ച് ഗ്രാഫ്റ്റുകൾ എടുക്കും. ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ അറൗണ്ട് 10 to 100 ആണ് മിനിമം എടുക്കുന്നത്. എടുത്ത ശേഷം അതിൻ്റെ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത ശേഷം നല്ല ഡോണറാണ്, ഗ്രാഫ്റ്റ് ഓക്കെ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് ദ സർജറി. അതർവൈസ് ആ എടുത്ത ഗ്രാഫ്റ്റുകൾ എവിടെയെങ്കിലും കഷണ്ടിയിലെ ക്രൗണിൽ എവിടെയെങ്കിലും പ്ലാന്റ് ചെയ്ത് തരും. നിങ്ങൾ സർജറി ചെയ്യില്ല, നിങ്ങൾ അണ്ടർ മെഡിസിൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ മാത്രം പോവാം. കാരണം പഞ്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ OT ഒരുക്കണം. ഒരു OT ഓപ്പറേഷൻ തിയേറ്റർ അവിടെ എല്ലാ ആൾക്കാരും സെറ്റ് ചെയ്ത് വെക്കണം. അതിനൊരു ചാർജ് ഉണ്ട്, ഒരു മിനിമം ചാർജ് വാങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡോണർ ഏരിയ വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പഞ്ച് ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ പഞ്ച് ടെസ്റ്റിലോട്ട്. പഞ്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഡോണർ ഏരിയ ഫുൾ ട്രിം ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ പ്രകാരം കുറച്ച് പോർഷൻ മാത്രം ട്രിം ചെയ്തിട്ട് കുറച്ച് ഗ്രാഫ്റ്റ് എടുത്ത് നോക്കിയ ശേഷം പ്രൊസീഡ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് ഡോക്ടേഴ്സായിട്ടും ക്ലിനിക്കായിട്ടും ചർച്ച ചെയ്യുക. കാരണം നല്ലതാണ്. കാരണം നമ്മൾ പല ക്ലിനിക്കുകളും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ ഡോണർ വീക്കാന്ന് ക്ലിനിക്കിലേക്ക് അറിയാം. ഇവരെന്ത് ചെയ്യും? മനഃപൂർവ്വം സർജറി ചെയ്യും. മനഃപൂർവ്വം സർജറി ചെയ്ത ശേഷം ഇപ്പം ഞാനാണെങ്കിൽ വേറെ ആരും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യും. പേഷ്യൻ്റെ അടുത്തൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ആരോടൊന്നും പറയില്ല. ഇവർ റിസൾട്ട് വരും ഒരുപാട് സമയം ഉപയോഗിക്കുന്നു. 1 year കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഇല്ല. റിസൾട്ട് 1 year കഴിഞ്ഞപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇവർ ക്ലിനിക്കിൽ ബന്ധപ്പെടുമ്പോൾ ക്ലിനിക്ക് പറയും നിങ്ങൾ ഡോണർ വീക്കായിരുന്നു, അതുകൊണ്ട് റിസൾട്ട് കിട്ടാം, നിങ്ങൾ ഗ്രാഫ്റ്റ് ക്വാളിറ്റി മോശമാണ്. സുഹൃത്തെ, ഈ സംഭവം നമുക്ക് മുന്നേ അറിയാൻ പറ്റും. ക്ലിനിക്കിന് മുന്നേ തന്നെ അറിയാൻ പറ്റും ഡോണർ വീക്കാണ്. ഡോണർ വീക്കാണെന്ന് പിന്നെ നിങ്ങൾ എന്തിനാണ് സർജറി ചെയ്ത്? ഞാൻ ചോദിക്കട്ടെ, ശരിയല്ലേ? ഡോണർ അത്രയും വീക്കാണെങ്കിൽ നിങ്ങൾ സർജറി ചെയ്യരുത്. നിങ്ങൾ ആദ്യം അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്നെങ്കിൽ മെഡിസിൻ പുട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ച് ടെസ്റ്റ് ചെയ്തിട്ട് വിടണം. അപ്പം ഇത് ചെയ്തിട്ട് കുളമാവും. കാരണം എന്താണ്? അവിടെ ടാർഗറ്റ് എന്നുള്ളത് കാശാണ്. അപ്പം ഈ ക്യാഷാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എല്ലാ ക്ലിനിക്കുകൾ തീർച്ചയായും അപ്പോൾ സർജറി ചെയ്തിട്ട് വിടും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പഞ്ച് ടെസ്റ്റ് ചെയ്യുന്ന വീക്ക് ഡോണറിലുള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. കാരണം ഞാൻ ഒരുപാട് ഇൻഫോർമേഷൻസ് വീഡിയോ എൻ്റെ ചാനൽ വഴി ചെയ്യുന്നുണ്ട്. ഞാൻ സെൽഫ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. എൻ്റെ ഡോണർ അത്ര സ്ട്രോങ് ആയിരുന്നില്ല, പക്ഷേ എൻ്റെ ഡോണർ കാണിക്കാൻ നോക്കി. എൻ്റെ ഡോണറിൻ്റെ പ്രത്യേകത ഇല്ല ഗ്രാഫ്റ്റ് നല്ല ക്വാളിറ്റി ആയിരുന്നു. എല്ലാ ഗ്രാഫ്റ്റുകളും ഒരേ ക്വാളിറ്റി അല്ല, പക്ഷേ ഉള്ള നല്ല ക്വാളിറ്റി ഗ്രാഫ്റ്റായിരുന്നു. നല്ല തിക്നെസ്സുള്ള ഗ്രാഫ്റ്റും ഫോളിക്കിൾസിനുണ്ടെങ്കിൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഇതേ റിസൾട്ട് നിങ്ങൾ കിട്ടണമെന്നില്ല. എന്നേക്കാളും നല്ല റിസൾട്ട് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതേപോലെ തന്നെ ഹെയർ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാലും ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ വെറുതെ ചാടിക്കയറി സർജറി ചെയ്യരുത്, ഒന്ന് ആലോചിച്ച് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുകയാണ്. ഇതേപോലത്തെ ഇൻഫോർമേഷൻ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ.